അഡ്വക്കേറ്റ് ബൈജു നോയൽ ഇവിടെ അഡ്വക്കേറ്റ് ബൈജു നോയൽ ഇവിടെ താങ്കളുടെ ഹർജിയിൽ കോടതി ഇടപെട്ട് പോലീസ് കേസെടുക്കുന്നുണ്ട്. ബൈജു, ഇവിടെ ഞാൻ വ്യക്തിപരമായി പറയുകയാണ്. വ്യക്തിപരമായി പറയുന്നത്, ഞാനും അല്ലെങ്കിൽ എൻ്റെ കുടുംബവും അല്ലെങ്കിൽ എൻ്റെ കൂടെ സ്ത്രീകളുമായി വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഡ്രൈവർ അത്തരത്തിൽ മോശമായ അംഗം കാണിച്ചാൽ അങ്ങേയറ്റം അഗ്രസീവായി ഞാൻ പ്രതികരിക്കും. തർക്കമാക്കരുത്തില്ല. ഈ ചാനൽ ഫ്ലോറിലായതുകൊണ്ടാണ് ഞാൻ അടി കൊടുക്കും എന്ന വാക്ക് ഉപയോഗിക്കാത്തത്. ഞാൻ പ്രതികരിക്കും. പക്ഷേ അതിൻ്റെ അതിനുശേഷമുള്ള ഫലം എന്താണ്? ബൈജു, ഞാൻ നിയമ നടപടി നേരിടേണ്ടി വരും. ഇപ്പോൾ ഈ പറയുന്ന KSRTC ഷെഡ്യൂൾ മുടക്കിയാൽ അതിൻ്റെ ബാക്കി തുക ഞാൻ കെട്ടേണ്ടി വരും. ഈ പറയുന്ന KSRTCയുടെ ബാക്കി എല്ലാ നിയമപ്രശ്നങ്ങൾക്കും ഞാൻ പോലീസ് കേസിൽ മറുപടി പറയേണ്ടി വരും എൻ്റെ ആ പ്രതികരണത്തിൽ. ഇവിടെ വളരെ നഗ്നമായ CCTV ദൃശ്യങ്ങളുണ്ടായിട്ട് പോലീസിന് കേസെടുക്കാമായിരുന്ന കാര്യത്തിൽ താങ്കളുടെ ഒരു ഹർജി വേണ്ടി വന്നു പോലീസിനെ നിർബന്ധിതമാക്കാൻ എന്നുള്ളത് നല്ല സൂചനയാണോ ബൈജു? തീർച്ചയായും അത് നല്ല സൂചനയല്ല ആഷ്മി. അത്തരം സൂചനകളും തെറ്റായ സന്ദേശമാണ് വാസ്തവത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് നൽകുന്നത്. നമ്മുടെ ലോ ആൻഡ് ഓർഡർ സംവിധാനം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുതന്നെയാണ് ഇത്തരം കേസുകളിൽ എനിക്ക് കോടതികളെ സമീപിക്കേണ്ടി വരുന്നത്. ഈ കേസുകളിൽ മാത്രമല്ല, ഇതിനു മുൻപും നിരന്തരം പോലീസിന് കൊടുത്തിട്ടുള്ള പല പരാതികളും കേസെടുക്കാൻ വേണ്ടി പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതിയെ സമീപിക്കേണ്ടി വരുന്നത്. ഈ കാര്യത്തിലും ഇപ്പോൾ ഒരു ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ കേരളത്തിൽ ആദ്യമായിട്ട് അപമാനിക്കപ്പെടുന്ന ഒരു സ്ത്രീയല്ല. ഇതൊക്കെ നിരന്തരം ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഓരോ ദിനവും പ്രതിദിനവും കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരം കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ നേരിടേണ്ടിയും വരുന്നുണ്ട്. വൃദ്ധരായ ആളുകൾക്കും സീനിയർ സിറ്റിസൺസിനും ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അതിനകത്ത് ഇപ്പോൾ നമുക്കൊരു ട്രെയിനിലെ എൻജിൻ ഡ്രൈവറാണ് ഇങ്ങനെ ഒരു അശ്ലീല ആംഗ്യം കാണിച്ചതെങ്കിൽ നമ്മൾ ആ ട്രെയിൻ തടയാൻ പോവുക, അല്ലെങ്കിൽ ഒരു ബസ്സിലെ ഡ്രൈവറാണെങ്കിൽ ആ ബസ് തടയാൻ പോവുക എന്നൊക്കെ പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന കാര്യമല്ല. അത് നമ്മുടെ നിയമ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് വേണം നമുക്ക് കാണാൻ. പ്രത്യേകിച്ചും ഒരു കോർപ്പറേഷൻ്റെ മേയർ, അതുപോലെ തന്നെ ഒരു നിയമസഭാ സാമാജികൻ മാതൃകാപരമായി പെരുമാറേണ്ടുന്ന ആളുകളാണ് വാസ്തവത്തിൽ. നിയമം അറിയാത്ത ആളുകളല്ല. പക്ഷെ അവർക്ക് പോലും, നമ്മുടെ പോലീസിനെ പോലും വിശ്വാസമില്ല എന്നുള്ളതാണ് വസ്തുത. അവർക്ക് പരാതി കൊടുക്കുന്നത് ആഭ്യന്തരമന്ത്രിക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിക്കാണ്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കല്ല അവരോട് ചെന്നത്. അവർ അതിന് പകരം ചെയ്തത് ആ പൊതുവഴിയിൽ ആ ബസ് തടയുക എന്നുള്ളതാണ്. അത് തടയുക എന്നുള്ളത് പ്യൂർലി പബ്ലിക് ഇൻ നേച്ചർ ആയിട്ടുള്ള ഒരു ഒഫൻസാണ്. KSRTC ബസ് അല്ലെങ്കിൽ ഒരു പൊതുഗതാഗതം, ഒബ്സ്ട്രക്റ്റിംഗ് ഫ്രീ ഫ്ലോ ഓഫ് ട്രാഫിക്, അതുപോലെ തന്നെ പബ്ലിക് ന്യൂയിസൻസ്, അതുപോലെ തന്നെ അൺലോഫുൾ അസംബ്ലി, ഇതൊക്കെയാണ് അവരവിടെ ചെയ്തിരിക്കുന്ന ഒഫൻസ്. ആ ഒഫൻസ് വേറെ ഏതെങ്കിലും ഒരാളാണ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? എന്തുകൊണ്ടാണ് ഇത്തരം ഈ MLA മേയറെ പോലെയുള്ള ആളുകൾ ഇത്തരം ഒഫൻസ് ചെയ്യുമ്പോൾ കേസ് എടുക്കാതിരിക്കുന്നത്? അത് പരിശോധിക്കേണ്ടുന്ന കാര്യമല്ലേ? എന്തുകൊണ്ടാണ് കേസ് എടുക്കാതിരിക്കുന്നത്? പോലീസ് നിഷ്ക്രിയമായിരിക്കുന്നു, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നിഷ്ക്രിയമായിരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്താലോ, അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്താലോ, ഒരു ഡ്രങ്ക് ഡ്രൈവ് ആയാലോ ഒക്കെ അതിനകത്തൊക്കെ കേസെടുക്കാൻ ഇവരൊക്കെ തയ്യാറാകാറുണ്ട്. പക്ഷെ ഇത്തരം ആളുകളുടെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം, ഇത്തരം പ്രിവിലേജഡ് ആയിട്ടുള്ള അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുടെ കാര്യം വരുമ്പോൾ മാത്രം പോലീസ് നിശബ്ദമായി നിൽക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ ആണ് നമുക്കൊക്കെ പ്രതികരിക്കേണ്ടി വരുന്നത് ആഷ്മി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ബൈജു കൊടുത്ത പരാതിയിൽ അതിന് കുറഞ്ഞ ശിക്ഷാവിധി അല്ലെങ്കിൽ കുറഞ്ഞ വകുപ്പുകളാണ്, ലളിതമായ വകുപ്പുകളാണ് എന്നൊക്കെ ആരോപണം കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുക, അല്ലെങ്കിൽ സർക്കാർ വാഹനം തടയുക, അല്ലെങ്കിൽ KSRTCയുടെ ഷെഡ്യൂൾ മുടക്കുക എന്ന ഗുരുതരമായ കുറ്റമൊക്കെ ഇപ്പോൾ നാളെ യദുവിൻ്റെ പരാതി കോടതിയിലേക്ക് എത്താൻ പോകുക കേട്ടോ. അതിൽ ആത്യന്തികമായി ഉണ്ടാവേണ്ടത് എന്താണ്? KSRTCയുടെ പരാതിയാണ്. അവരുടെ ഷെഡ്യൂൾ മുടങ്ങിയതിൽ KSRTCക്ക് പരാതിയില്ല. അതാണ് സ്റ്റേറ്റിന് പരാതിയില്ല, KSRTCക്ക് പരാതിയില്ല, യദുവിന് പരാതിയുണ്ട്. പ്യൂർലി പബ്ലിക് നേച്ചർ ആവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതാവാം. അത് പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന് അതിനകത്ത് ഒരു ഗ്രീവിയൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രീവിയൻസ് പരിശോധിച്ച് കോടതി അതിനകത്ത് കേസെടുത്തേക്കാം. പക്ഷെ ഞാൻ പ്യൂർലി പബ്ലിക് നേച്ചർ ആയിട്ടുള്ള കാര്യമാണ് എന്നെ ബാധിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പൊതുഗതാഗതം തടസ്സപ്പെടുത്തുക, പൊതു റോട്ടിൽ അന്യായമായ തടസ്സമുണ്ടാക്കുക, റോങ്ഫുൾ റെസ്ട്രെയിൻ ഉണ്ടാക്കുക, അന്യായമായി ബസ്സിലുള്ള ആളുകളെ തടഞ്ഞു നിർത്തുക. ഇതൊക്കെ ചെയ്യാൻ എന്ത് അധികാരമാണ് ഈ പറഞ്ഞ ആളുകൾക്കുള്ളത്? അവരേതെങ്കിലും ഒരു പ്രിവിലേജിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ അതിൽ നിന്ന് അവർ ഒളിച്ചോടുകയല്ല വേണ്ടത്. ഞാൻ അത് നേരിടാൻ തയ്യാറാണ്, പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാൻ തയ്യാറാണ്. അല്ലാതെ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പൊതുസമൂഹത്തോട് ഇത്രയും സോളിഡ് ആയിട്ടുള്ള ഒരു വീഡിയോഗ്രാഫ്, CCTV ഫുട്ടേജ് ഒക്കെ നിൽക്കുമ്പോൾ ഇതൊക്കെ പബ്ലിക് കാണുന്നുണ്ട് ആഷ്മി. അതുകൊണ്ട് ഇവർക്കൊന്നും ഒളിച്ചോടാൻ കഴിയില്ല ഇത്തരം കാര്യങ്ങളിൽ നിന്ന്. അത്തരം കാര്യങ്ങളിൽ നിന്ന് പോലും
ശരി ഞാൻ എത്താൻ പോയി ഒളിച്ചോടാനുള്ള- പക്ഷേ ഇപ്പൊ നിയമസഭ ഒരു കയ്യാങ്കളി കേസുണ്ട്. ആ കേസിൽ ലോകം മൊത്തം കണ്ട ദൃശ്യങ്ങൾ വ്യാജ ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്.